എല്ലാം കെട്ടിയൊക്കെ റെഡിയായിരിക്കുന്നു. സ്കറിയും ഒരു പള്ളി ടച്ചിൽ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നു. കല്ലിപ്പന്നെ ഒക്കെ പോയി ഡാഡിയെ കെട്ടിപ്പിച്ചെന്ന് ഉണങ്ങിയുണ്ട്. മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ നമുക്ക് മോളി രാജിനെ ഇവിടെ ഉണ്ട്. 5 ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. 5 വിളിക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഞാൻ പോകാൻ വേണ്ടി. ഇവിടെ എന്തോ ഉണ്ടാക്കുന്നത്? ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി ആണ് ഇന്നത്തെ സ്പെഷ്യൽ. കുഞ്ഞുമണി എഴുന്നേറ്റിട്ടില്ല. കുഞ്ഞുമണിയും ചുങ്കു രണ്ടുപേരും കിടന്നുറങ്ങുന്നു. രാവിലെ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകണം. പിന്നെ അതുകൊണ്ട് ലണ്ടനിൽ പോകണം. നമുക്കിവിടെ ശനിയാഴ്ചയാണ് പള്ളി. അപ്പം ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് അറിയാം. ഇവിടുന്ന് ഒരു 10-25-30 മിനിറ്റ് ഉണ്ട്, അരമണിക്കൂറുണ്ട്. അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നത്. വരുമ്പോൾ 5 പോയി വിളിച്ചോണ്ട് പറഞ്ഞാൽ 5 നൈറ്റ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ദജുവിൻ്റെ ഉറക്കം മൊത്തം പോയി. കാരണം രാവിലെ തൊട്ട് ഇനി ഓട്ടമായിരിക്കും. മീൻസ് പള്ളിയിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞ് ലണ്ടനിൽ പോകണം. ഒരു കാർഗോ അയക്കാറുണ്ട് അതിനു വേണ്ടി. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യും. നമ്മൾ സ്ഥിരം സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ആഷിലിൻ്റെ വീട്ടിൽ, അവിടെ പോകണം. അതാണ് പരിപാടി. ഇന്ന് പിന്നെ അഞ്ജൂസ് കറിയ രാവിലെ ഡ്യൂട്ടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്യൂട്ടി ചേച്ചി? രാവിലെ കൊണ്ടുപോയത് അതുപോലെ തന്നെ കൊണ്ടുവരികയാണ്. അതാണ് നമ്മുടെ ഭവതിയുടെ സ്വഭാവം. ഇതാണ്, കൊണ്ടുപോകുന്ന എന്താണോ അത് തിരിച്ചു കൊണ്ടുവരും. വെള്ളം കുടിച്ചു ഞാൻ കഴിക്കാതെ പോകുന്നു. ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് കഴിക്കാതെ പോകുന്നേ. വന്നു കഴിയുമ്പോ വിശക്കൂല്ല. രാത്രി കഴിക്കാൻ കൊണ്ടുപോകും. പക്ഷെ അന്നേരം പിന്നെ വിശക്കൂല്ല. ഇത് വേറൊന്നുമല്ല, ഇത് ചപ്പാത്തിയാ. ചപ്പാത്തി അരിഞ്ഞിട്ടിട്ട് വെജിറ്റബിൾസ് ഒക്കെ കൂടി ഇതാക്കി ഉണ്ടാക്കിയത്. വെരി ഗുഡ്. കുഞ്ഞുമണി രാവിലെ എഴുന്നേറ്റുണ്ട്. ഹായ് പറഞ്ഞു കുഞ്ഞുമണി. ഹായ് പറ. ഹായ്, ഗുഡ് മോർണിംഗ് പറ. മോർണിംഗ്. ഇഞ്ഞൊരു നോക്കണേ, ഞങ്ങൾക്ക് താണമായോ? ഡാഡി കുഞ്ഞോണി മനസ്സിൽ വിചാരിക്കും ഈ തന്തയ്ക്ക് ഒരു പണിയില്ലല്ലോ, രാവിലെ മൊബൈലും പിടിച്ചോണ്ടിറങ്ങിയേക്കോ. കല്ലിപ്പന്നെ ഒക്കെ പോയി ഡാഡിയെ കെട്ടിപ്പിച്ചെന്ന് ഉണങ്ങിയുണ്ടോ? എഞ്ചോടി എന്തോ അഗാധമായി ചിന്തിക്കുകയാണ് കുഞ്ഞോണി. ബൈ ഉമ്മ. ചിന്തിച്ചോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അഞ്ജുവിന്റെ രാത്രി കൊണ്ടുപോയ സാധനങ്ങൾ ടച്ചിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടെ ഷുഗറിന്റെ ഡയനോസർ. ഷുഗറിന്റെ പനിയാണ്. ഇവിടെ ഈച്ച ശല്യം കേട്ടോ. ഇപ്പൊ ഇംഗ്ലണ്ടിലും മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. ഈച്ച ഭയങ്കരമാണ്. നമ്മൾ അതിനു വേണ്ടി മറ്റേ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് അവിടെ എല്ലാം കുത്തി വെച്ച് ഭയങ്കര പാടാ. എവിടുന്ന് വരുന്ന അറിയത്തില്ല. ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ട്. ഷുഗറിന്റെ പൊടി വളർത്താൻ പോവാ. ഷുഗറിന്റെ പൊടി വളർത്തിയാൽ എങ്ങനെ ഇരിക്കും? ഹാളണ്ടൊന്നും അല്ല നീ. I feel like when you're gonna grow a hair, you're just gonna be like, you're Holland. മലയാളത്തിൽ വർത്താൻ പറ. ഒരാളോട് ഇഡലി ചായ ഇതെല്ലാം മേടിച്ചു വെച്ചു. എന്നിട്ട് ഇഡലി ചായ മുഖത്തില്ല. അതാണ് ഞങ്ങളിപ്പോൾ റെഡിയായി പള്ളിയിൽ പോകാൻ പോവാണ് ഗൈസ്. പോകാൻ വേണ്ടി എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി. സുങ്കുതാണ്ട് ഒരു
പള്ളി ടച്ചിൽ ഒഴുകി നിൽക്കുന്നു. അമ്മച്ചിതാ റെഡിയായി നിൽക്കുന്നു. കുഞ്ഞുമണി ഇതാണ് 2 സൈഡിലും കെട്ടിയൊക്കെ റെഡിയായി നിൽക്കുന്നു. സ്കറിയയും ഒരു പള്ളി ടച്ചിൽ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നു. ഡാഡി വേറൊരു പള്ളി ടച്ച് നിൽക്കുന്നു. എല്ലാവരും കൂടെ പള്ളി വന്നതാണ്. പള്ളി മാൻസ്ഫീൽഡ്. ഇപ്പോൾ ആഴ്ചയിൽ ശനിയാഴ്ച ഇവിടെ 2 കുർബാനയുണ്ട് മാസത്തിൽ. പള്ളി പിരിഞ്ഞ് കഞ്ഞി കുടിക്കുകയാണ്. കഞ്ഞി, നേർച്ചക്കഞ്ഞി. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ്, പള്ളി പരിപാടിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഈ ലഗേജ് ഡ്രോപ്പ് ചെയ്യണം. പിന്നെ ആശലിൽ അവിടെ പോകണം. ഇവിടെ നേരെ ഒരു 3.25 മണിക്കൂറുണ്ട് ഒറ്റ പിടിയിൽ. 4 മണിയാകുമ്പോൾ അവിടെ ചെല്ലാം. 5 മണി വരെ ഉണ്ട്. ലണ്ടനിൽ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്. പള്ളിയിൽ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. കഞ്ഞി കുടിച്ചു. നേർച്ചക്കഞ്ഞിയായിരുന്നു. പരിപാടി ഞങ്ങൾ നേരെ പോവാണ്. നല്ല ചൂടുണ്ട്. അവരൊക്കെ ഉറങ്ങാനുള്ള കഞ്ഞി കുടിച്ച് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാരും ഉറങ്ങാനുള്ളത് നോക്കുക. ഉറങ്ങാൻ പറഞ്ഞോണ്ടിരുന്ന ആരും ഉറങ്ങത്തില്ല. അല്ലെങ്കിൽ എപ്പോഴേ ഉറങ്ങിയ ശിപ്പു. അപ്പൊ ഞാൻ ഉറങ്ങാൻ നോക്കുവേ കുഞ്ഞുമി. നല്ല നല്ല പാട്ട്. അതിൻ്റെ കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണം. ഇവിടുന്ന് 1 മണിക്കൂർ. ABC കാർഗോ വന്ന് കാർഗോ വിട്ടു. നമ്മൾ നേരെ ഇനിയും ആശലിനെ അങ്ങോട്ട് പോകണം. ഇവിടുന്ന് 1 മണിക്കൂർ 20 മിനിറ്റ്. ഒരു 6:30 ആകുമ്പോൾ അവിടെ ചെല്ലും. 6:30 7 മണിയാവും. ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ചായ കുടിക്കുകയാണ്. ചായ വില വന്ന് കുഞ്ഞുമണി ഒരു മാംഗോ ജ്യൂസ് കുടിക്കുന്നു. ചുങ്കു നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കുന്നു. കുഴപ്പമില്ല, അല്ല അടിപൊളി നല്ല ചായ കേട്ടോ. അവിടെ കറക്റ്റ് ചായ അടിപൊളി. ചായ വാരയൊക്കെ കയറിയിട്ട് ഇവിടെ നേരെ പോവാണ്. ഇനി ഇവിടുന്ന് 65 മൈലോട്ട്. അങ്ങനെ നമ്മൾ ആഷൽ റോസിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആഷൽ റോസ് എന്തൊരു പിങ്കോ ടീച്ചർ സാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. എന്തുണ്ട് വിശേഷം? നാട്ടിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവരുടെ ടേണ. ഇനി 5 ഒക്കെ നാട്ടിൽ പോകുന്നത്. അത് അത്യാവശ്യമായിട്ട് പോയല്ലേ. നമ്മള് അങ്ങനെ പോയാലല്ലോ. കുഞ്ഞോണി ഞാൻ ഇവിടെ നിന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ശുങ്കു തന്നെ ഇവിടെ നിന്നിരുന്ന് ഗെയിം കളിക്കുന്നത്. ശുങ്കു നേരത്തെ മൊത്തം ചായ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് പ്രാർത്ഥനാലയമാണ്. പ്രാർത്ഥനയുടെ നിറകൂടമാണ് നാഷണൽ റോസ്. വൈകുന്നേരമായി. ആഷിൽ ഇവിടെ എന്തോ വളരെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? പന്നി ഫ്രൈ. ഓ മൈ ഗോഡ്. ഇതോ? ഇതും പോർക്കാണ്. ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ, തോരൻ, ചിക്കൻ തോരൻ, ക്യാരറ്റ് തോരൻ, പിന്നെ മീന് തേങ്ങ അരച്ച് വെച്ചു. ഗംഭീരമാണല്ലോ. ടച്ചിങ് എന്തോ ഉള്ളേ? ഇതാണോ ടച്ചിങ്? ഇത് കണ്ടിട്ട് ടച്ചിങ് ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പൊ ഞങ്ങൾ കടയിൽ പോയിട്ട് ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് വന്നു. കുഞ്ഞുമണി ശുങ്ക വരുന്ന TV കാണുന്നുണ്ട്. പൊട്ടിത്തെറിയോ? അപ്പം ഞങ്ങള് യാത്ര തിരിക്കുകയാണ്. നേരെ വീട്ടിലേക്ക് പോവാണ്. ശുങ്കു തോണ്ടവിടെ ലൈസിന്റെ പാക്കറ്റ് പിടിച്ചു നടക്കുന്നു. ഡോറിറ്റോസ് തേങ്ങയാണെങ്കിലും. അപ്പൊ അപ്പം വീണ്ടും അടുത്ത വരവിൽ കാണാം. സൈനിങ് ഓഫ്.